Hello and welcome to yet another episode of AV Tiles and Sanitary Kollam, Kollathe #1 tile shop. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. എല്ലാ സാധനങ്ങളും ഒരേ സ്ഥലത്തു നിന്ന് മേടിച്ചാൽ നിങ്ങൾക്ക് ലാഭം ഉണ്ടാവുമെന്ന് ആ കടക്കാർ പറഞ്ഞു വരുത്താൻ നോക്കും. പക്ഷേ അതിലൊളിഞ്ഞിരിക്കുന്ന ട്രാപ്സ് എന്താണ്? ദ ട്രാപ്പ് ഇൻ ബൈയിങ് ഓൾ ദ തിങ്സ് ഫ്രോം വൺ പ്ലേസ്. ടൈൽസ്, സാനിറ്ററി വെയർ, CP ഫിറ്റിംഗ്സ്, സിമെന്റ്, കമ്പി, പെയിന്റ്, ഇതെല്ലാ സാധനങ്ങളും ഒരേ സ്ഥലത്തു നിന്ന് മേടിക്കുന്ന കടകൾ ഒറ്റ നോട്ടത്തിൽ വളരെ ആകർഷണീയമാണ്. ഇതിൽ ട്രാപ്പ് ഉണ്ട്. എന്നാൽ ട്രാപ്പ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ട്രാപ്പ് ഇല്ല. എങ്ങനെയാണ് ഒരേ സമയത്ത് ഒരേ സംഭവം ട്രാപ്പ് ഉള്ളതും ട്രാപ്പ് ഇല്ലാത്തതും ആവുന്നത്? അത് നമുക്ക് കണ്ടറിയാം. ഇത് ട്രാപ്പ് അല്ലാത്തത് ബിൽഡേഴ്സിനും കോൺട്രാക്ടേഴ്സിനുമാണ്. കാരണം അവര് നിരന്തരമായിട്ട് ഈ സ്ഥാപനമായിട്ട് ഇടപെടുന്നവരാണ്. അപ്പോൾ ഡെഫിനറ്റ്ലി അവർക്ക് എല്ലാത്തിനും ബെസ്റ്റ് റേറ്റ് കിട്ടും. കാരണം റേറ്റ്സ് അവർക്ക് വെൽ വേഴ്സ്ഡ് ആണ്. പക്ഷേ ഇത് ആർക്കാണ് ട്രാപ്പ് എന്ന് ചോദിച്ചാൽ ഇൻഡിവിജ്വൽ കസ്റ്റമേഴ്സിനാണ് ഇത് ട്രാപ്പ്. നമ്മുടെ വീട് നമ്മൾ തന്നെ ലേബറിനെ വെച്ച് പണിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സാധനങ്ങളെല്ലാം ഒരേ സ്ഥലത്തു നിന്ന് മേടിച്ചു കഴിഞ്ഞാൽ ഇൻഡിവിജ്വൽ കസ്റ്റമേഴ്സിന് അതിനകത്ത് ഒരു ട്രാപ്പ് ഉണ്ട്. നമുക്ക് മനസ്സിലാക്കാം. ഈ ട്രാപ്പ് ഒളിഞ്ഞിരിക്കുന്നത് ഈ പ്രൊഡക്ട്സിന്റെ മാർജിൻസിലാണ്. ടൈലിനകത്തുള്ള മാർജിൻ അല്ല സാനിറ്ററി വെയറിലുള്ളത്. സാനിറ്ററി വെയറിനകത്തുള്ളതല്ല CPയിലുള്ളത്. ഇതിലൊന്നും ഇല്ലാത്ത മാർജിൻസ് ആണ് പെയിന്റിനുള്ളത്. സിമെന്റിന്റെ മാർജിൻ വേറെയാണ്, സ്റ്റീലിന്റെ മാർജിൻ വേറെയാണ്. മാർജിൻസിന്റെ കാര്യം കച്ചവടം നടത്തുന്നവർക്ക് മാത്രമേ അറിയാവൂ. ഇത് ഇൻഡിവിജ്വൽ കസ്റ്റമേഴ്സിന് മനസ്സിലാക്കാൻ പാടാണ്. മനസ്സിലാക്കാം അവര് നിരന്തരമായിട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിന്നാൽ. അപ്പോൾ അവരും ബിൽഡേഴ്സ് ആവുന്നു, അല്ലെങ്കിൽ കോൺട്രാക്ടേഴ്സ് ആവുന്നു. അപ്പോൾ ഇൻഡിവിജ്വൽ കസ്റ്റമേഴ്സിന് എന്തുവാണ് ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ടത് നമുക്കറിയാം. ഒരു ഇൻഡിവിജ്വൽ കസ്റ്റമേഴ്സ് ഒരു പർച്ചേസിന് ചെല്ലുമ്പം അവർ അതിന് വേണ്ടിയിട്ട് ചെലവഴിക്കുന്ന 1-2 ദിവസങ്ങളായിരിക്കും, അല്ലെ ചിലപ്പം 3-4 ദിവസങ്ങളായിരിക്കും. പക്ഷേ ഈ ദിവസങ്ങളിൽ അവരുടെ കോൺസെൻട്രേഷൻ എപ്പോഴും ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റിൽ അങ്ങ് ഫിക്സേറ്റ് ചെയ്യും. അവർ ബാർഗെയിൻ ചെയ്യുന്നതും റേറ്റ് കണ്ടുപിടിക്കുന്നതും എല്ലാം ഈ ഒരു പ്രൊഡക്റ്റിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ 1-2 പ്രൊഡക്റ്റിന് വേണ്ടിയിട്ടായിരിക്കും. പക്ഷേ ഈ ശ്രമത്തിന്റെ ഇടയിൽ അവരുടെ ശ്രദ്ധ മറ്റ് പ്രൊഡക്ട്സിൽ നിന്ന് മാറുന്നു. ഈ മാറുന്ന സാഹചര്യത്തിലാണ് ഒരുപക്ഷെ ഇവിടെ നഷ്ടത്തിൽ കൊടുത്ത സാധനം അവിടെ അമിത ലാഭത്തിൽ കച്ചവടക്കാർ കൊടുക്കുന്നത്. അതാണ് ഇൻഡിവിജ്വൽസിന് ഇങ്ങനെയുള്ള സിംഗിൾ പോയിന്റ് പർച്ചേസിനകത്ത് ഇരിക്കുന്ന ട്രാപ്പ്. എല്ലാ ട്രാപ്പിനും ഒരു റെസ്പൈറ്റ് കാണുമല്ലോ. അപ്പം ഈ ട്രാപ്പിനെ അവോയ്ഡ് ചെയ്യാൻ എന്ത് ചെയ്യണം? കഴിവതും ഇൻഡിവിജ്വൽ കസ്റ്റമേഴ്സ് കോർ ബിസിനസ്സുകളെ എയിം ചെയ്യണം. കോർ ബിസിനസ്സസ് എന്ന് പറയുമ്പോൾ ടൈൽസ് മാത്രം ചെയ്യുന്ന ഒരു കട നല്ല രീതിയിൽ, സാനിറ്ററി മാത്രം നല്ല രീതിയിൽ ചെയ്യുന്ന ഒരു കട. സിമെന്റിനെ കുറിച്ച് നമ്മൾ കടക്കാരന്റെ വായി അറിയേണ്ട കാര്യമില്ല. സിമെന്റിനെ കുറിച്ച് ജനറലി ഒരു ധാരണയുണ്ട്. ഡീലറിനെ നേരിട്ട് സമീപിക്കുക. സ്റ്റീലിനെ കുറിച്ച് നമുക്ക് തന്നെ ധാരണയുണ്ട്. സ്റ്റീലിനെ നേരിട്ട് സ്റ്റീൽ ചെയ്യുന്നവരെ മാത്രം സമീപിക്കുക. ഇൻഡിവിജ്വൽ സ്ഥലത്ത് പോകുമ്പോൾ കസ്റ്റമേഴ്സിന്റെ ഫോക്കസ് ഇടറത്തില്ല. ആ ഫോക്കസ് അവിടെ നിന്ന അവർക്ക് ഏറ്റവും നല്ല ഡീൽസ് കണ്ടുപിടിക്കാൻ സാധിക്കും. വീടിന് ഉപയോഗിക്കുന്ന ഓരോ പാർട്സിനും അതിൻ്റെതായ ഫോക്കസ് പോയിന്റ്സ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ടൈൽസ് എടുക്കുകയാണെങ്കിൽ കമ്പനി നോക്കണം, ക്വാളിറ്റി നോക്കണം, പ്രീമിയം ആണോ, സെക്കൻഡ്സ് ആണോ, തേർഡ്സ് ആണോ, അതേപോലെ ബാച്ച് ശ്രദ്ധിക്കണം. സാനിറ്ററി നോക്കുകയാണെങ്കിൽ സാനിറ്ററിയുടെ കളർ ഏതാണെന്ന് നമ്മൾ ശ്രദ്ധിക്കണം. സാനിറ്ററിയുടെ സർവീസസ് എങ്ങനെയാണെന്ന് നമ്മൾ ശ്രദ്ധിക്കണം. പെയിന്റിലേക്ക് പോവുകയാണെങ്കിൽ ഫസ്റ്റ് ക്വാളിറ്റി ആണോ, സെക്കൻഡ് ക്വാളിറ്റി ആണോ എന്ന് നോക്കണം. ഇനി സ്റ്റീലിലേക്ക് വരുവാണെങ്കിൽ റീസൈക്കിൾ സ്റ്റീൽ ആണോ, പ്യോർ സ്റ്റീൽ ആണോ എന്ന് നോക്കണം. ഇനി CP ഫിറ്റിംഗ്സ് ആണെങ്കിൽ അതിൻ്റെ ക്രോം ക്വാളിറ്റി ഉണ്ട്. CP ഫിറ്റിംഗ്സിന് കമ്പനി തരുന്ന സർവീസ് എങ്ങനെയാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇനി സ്റ്റീൽ ഷീറ്റ്സ് ആണെങ്കിൽ, ഡ്രസ് വർക്ക് ചെയ്യാനുള്ള സ്റ്റീൽ ഷീറ്റ്സ് ആണെങ്കിൽ അതിനകത്ത് പല ക്വാളിറ്റി ഉണ്ട്. ഇനി നാടൻ വീടാണ്, റൂഫ് ടൈൽസ് ഉണ്ടെങ്കിൽ റൂഫ് ടൈൽസിനകത്ത് പല ക്വാളിറ്റി ഉണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് ലൈറ്റ്സും ഇതേ കടയിൽ നിന്ന്, അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ സ്വിച്ചസും ഇലക്ട്രിക്കൽ വയർസും ലൈറ്റ്സും ഇതേ കടയിൽ നിന്ന് തന്നെ എടുക്കുന്നെങ്കിൽ അവിടെയും ശ്രദ്ധിക്കാൻ ധാരാളം കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് ഫോക്കസ് ആണ് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയ കാര്യം. ഓരോ പ്രൊഡക്റ്റും ഫോക്കസിന് അതിൻ്റെതായ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഫോക്കസ് ചെയ്യണമെങ്കിൽ നമ്മൾ കോർ ബിസിനസ്സുകളിലേക്ക് പോകണം. സോ എല്ലാ വീഡിയോസും പോലെ ഈ വീഡിയോയിനും നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പുതിയ ഇൻസൈറ്റ് കിട്ടിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. മാക്സിമം ഫ്രണ്ട്സും ഫാമിലിയായിട്ട് ഷെയർ ചെയ്യണം. ഞങ്ങളെ എൻകറേജ് ചെയ്യാൻ ലൈക്സും കമൻസും തരണം. താങ്ക്സ്.